വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിൽ വിവാദം തുടരുന്നു. കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന സർക്കുലർ കേരള സർവകലാശാല പിൻവലിച്ചു. പരിപാടി നടത്തുന്നത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് വികസന സമിതി പുതിയ സർക്കുലർ ഇറക്കി. വിവരങ്ങളുമായി ഡി ബിനോയ് ചെയ്യുന്നുണ്ട്. ബിനോയ്, വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. വിഭജന ഭീതി ദിന ആചരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ ക്യാമ്പസുകളിലും ഒപ്പം മന്ത്രിമാരുടെ ഇടയിലുമൊക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കുലറിന്റെ പേരിൽ ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വൈസ് ചാൻസലർ ആ സർക്കുലർ കോളേജുകൾക്ക് നൽകിയത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സർക്കുലർ ചാൻസലർ കൂടിയായ ഗവർണർ VC-മാർക്ക് നൽകിയിരുന്നു. ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനമായി ആചരിക്കണം എന്നായിരുന്നു നിർദ്ദേശം. ഇത് ഇന്ന് രാവിലെ തന്നെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലറും കേരള സർവകലാശാല വൈസ് ചാൻസലറും അവരുടെ കീഴിലുള്ള കോളേജുകളിലേക്ക് സർക്കുലർ നൽകിയിരുന്നു. ഈ സർക്കുലർ അനുസരിച്ച് ഇന്ന് വൈകുന്നേരത്തിനകം ആ കോളേജുകളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചും ചർച്ചകൾ, സെമിനാറുകൾ, അതുകൂടാതെ നാടകങ്ങൾ എന്നിവയൊക്കെ അവതരിപ്പിക്കാമെന്നായിരുന്നു ഗവർണർ പുറത്തിറക്കിയ സർക്കുലർ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സർക്കുലർ പുറത്തിറങ്ങിയ തന്നെ വലിയ തരത്തിൽ വീണ്ടും വിവാദമായി. ഇന്നലെ മുഖ്യമന്ത്രിയും ഇതിൽ ചൊല്ലി വലിയ തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് തന്നെ പുറത്തിറങ്ങിയിരിക്കുന്നു. അതായത് ഭരണഘടനാ ലംഘനമാണ് ഇത്തരത്തിലൊരു നീക്കം എന്ന് കാണിച്ചിരുന്നു. അത് തന്നെ ഇന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ബിന്ദുവും ഒപ്പം മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ഇതിനെ എതിർത്ത് രംഗത്തെത്തിയതോടുകൂടി തന്നെയാണ് കേരള സർവകലാശാലയിലെ കോളേജ് വികസന സമിതി ഡയറക്ടർ കൂടിയായ ഡോക്ടർ ബിജു ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നു. കോളേജുകൾക്ക് വേണമെങ്കിൽ സംഘടിപ്പിക്കാം. സർവകലാശാലയെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊണ്ട് ആണ് ഇത്തരത്തിലൊരു കത്ത് ഡോക്ടർ ബിജു നൽകിയത്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ എതിർപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. തന്നെ വേണമെങ്കിൽ ഈ ഡോക്ടർ ബിജുവിനെ വേണമെങ്കിൽ കോളേജ് വികസന സമിതി ഡയറക്ടർ ചുമതലയിൽ നിന്ന് മാറ്റാം എന്നല്ലെങ്കിൽ മാറാൻ തയ്യാറാണെന്നും കാണിച്ചിട്ടുണ്ട്. ഇത് വലിയ തരത്തിലെ ഒരു ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. കാരണം ഇത്തരത്തിൽ ഓഗസ്റ്റ് 14 ഒരു സെമിനാറോ ചർച്ചയോ വിഭജന ഭീതി ദിനം പ്രമാണിച്ച് സംഘടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസുകളിൽക്കുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒപ്പം സംഘർഷത്തിനുമൊക്കെ വഴിവെക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരള സർവകലാശാലയിൽ ഇത്തരമൊരു സർക്കുലർ വന്നപ്പോൾ മുതൽ തന്നെ കോളേജ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു വിയോജിപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പത്രക്കുറിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഡോക്ടർ ബിജു ഇപ്പോൾ കോളേജുകൾക്ക് വേണമെങ്കിൽ പരിപാടികൾ സംഘടിപ്പിക്കാം, സർവകലാശാല ആയിരിക്കത്തില്ല എന്നൊരു നിർദ്ദേശം കൂടി നൽകിക്കൊണ്ടൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇനി വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഡോക്ടർ ബിജുവുമായി എന്തൊക്കെ തരത്തിലുള്ള ചേരിപ്പോരുകൾ ഉണ്ടാകുമെന്നുള്ളത് വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും സർക്കുലറിനെ ചൊല്ലിയുള്ള പോര് വളരെ ശക്തമായി തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആതിര. ശരി ബിനോയ്, ഓഗസ്റ്റ് 14 വിഭജന ഭീതി ദിനാചരണം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശത്തിൽ വിവാദം തുടരുകയാണ്. കോളേജുകളിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന സർക്കുലർ കേരള സർവകലാശാല പിൻവലിച്ചു. പരിപാടി നടത്തുന്നത് കോളേജുകൾക്ക് തീരുമാനിക്കാമെന്ന് ചൂണ്ടിക്കാട്ടി കോളേജ് വികസന സമിതി പുതിയ സർക്കുലർ ഇറക്കി.